പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നേ എല്ലാരും. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേനും എനിക്ക് അങ്ങനെ പേടി തോന്നാറില്ല. ആൻമേരി ഈ ഒരു ബസ്സൊക്കെ എടുത്ത് തുടങ്ങിയ സമയത്ത് ആദ്യമായിട്ട് ബസ്സിൽ കയറിയപ്പോ സ്വാഭാവികമായിട്ട് അതിൽ യാത്രക്കാരുണ്ടായിരിക്കും. അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു വല്ല ഓർമ്മയുണ്ട്? അവരുടെ ഒരു ഫേസ് എക്സ്പ്രഷൻ വീഡിയോയിലുണ്ട്, ഇങ്ങനെ പേടിച്ചിട്ട്. ഓക്കെ, എന്നാ അത്ര ഫെമിനിസ്റ്റ് ഒന്നുമല്ല, പക്ഷെ നമ്മ ആണുങ്ങളെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പെണ്ണുങ്ങൾക്കും ചെയ്യാൻ പറ്റും. നമ്മ ഒരു വീക്കർ സെക്ഷൻ ആയിട്ട് കാണാണ്ടിരുന്നാലും സൊസൈറ്റി അങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റ് ആണ്. ഇപ്പോഴും ഭയങ്കര വുമൺ എംപവർമെന്റ്, സ്ത്രീ ശക്തി ഇങ്ങനെയൊക്കെ പറഞ്ഞാലും സൊസൈറ്റി ഇപ്പോഴും മാറിയിട്ടില്ല എന്നാണ് എന്റെ ഒരു. സമയം രാവിലെ 6-7 മണിയൊക്കെ ആയിട്ടുള്ളൂ. ഈ പൊരി മഴയത്ത് നമ്മൾ നിൽക്കുന്നത് ഒരു ബസ്സിൽ കയറാൻ വേണ്ടിയിട്ടാണ്. അതായത് പെരുമ്പടപ്പുകാർക്ക് മുഴുവൻ ക്രഷ് തോന്നിയ ഒരു ഡ്രൈവർ ആ ബസ്സിനകത്തുണ്ട്. ഹെയ്ഡേ ബസ്സിനകത്ത് കയറാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. മകള് ഓടിക്കുന്ന ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റുക, അത് മകൻ ഓടിക്കുന്ന ബസ്സിൽ യാത്ര ചെയ്യുന്നതൊക്കെ ആയിരിക്കും. എന്ത് തോന്നുന്നു അങ്ങനെ ഒരു അനുഭവം? വളരെ സന്തോഷമാണ്. ഞങ്ങൾ കുറേ ആയിട്ട് ബസ്സിൽ ഓടിക്കുന്ന കേൾക്കുന്നുണ്ട്. ഞങ്ങൾ ഇതിലെ ശരത്തിന് അത്രയും വിശ്വാസമായതുകൊണ്ട് ഞങ്ങളങ്ങനെ വിടും. ഇപ്പോൾ കുറച്ച് മാസങ്ങളായി. അപ്പോൾ ഒരു ന്യൂസായിട്ടൊക്കെ വന്നപ്പോൾ ഞങ്ങൾക്കും ഒരാഗ്രഹം. അപ്പോ ആൻമരിക്ക് ബുള്ളറ്റിനോടുള്ള പ്രേമത്തിൽ നിന്നാണ് ഇത് മൊത്തം തുടങ്ങിയത്. അപ്പൊ അതിന്റെ ഒരു സ്റ്റോറി പറയാൻ പറ്റുമോ നമ്മളെടുത്ത്? എനിക്ക് പണ്ട് കുഞ്ഞിലെ അപ്പന് ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു, ഡീസൽ ബുള്ളറ്റ് ആയിരുന്നു, ഭയങ്കര സൗണ്ടും. അപ്പൊ നമ്മൾ ചെറുപ്പം മുതൽ ഇത് കേൾക്കാൻ അപ്പനും ഈ ബുള്ളറ്റിന്റെ അടുത്ത് ഭയങ്കര താല്പര്യമാണ്. അപ്പന് ഈ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. അപ്പൊ അത് തന്നെ എനിക്കും കിട്ടി. അപ്പൊ പണ്ട് മുതൽ എനിക്ക് എങ്ങനെയെങ്കിലും 18 വയസ്സായി ഇതും ഓടിച്ചാൽ മതി എന്നായിരുന്നു എന്റെ ഒരു ചിന്ത. ലൈസൻസ് കിട്ട ബുള്ളറ്റ് ഓടിക്കുക, ബുള്ളറ്റ് ഒരെണ്ണം വേണം, ആഗ്രഹം. അങ്ങനെ ആ ബുള്ളറ്റിനോടുള്ള ഒരു സ്നേഹത്തിൽ നിന്നാണ് ഇപ്പൊ ബസ് ഡ്രൈവർ ആയിട്ടുള്ളൊരു ഇവിടം വരെ എത്തിയത്. അതിലേക്ക് എങ്ങനെയാ വന്നത്? അപ്പൊ സാധാരണ രീതിയിൽ ബുള്ളറ്റിനോട് ഇഷ്ടമുണ്ടെങ്കിൽ ആൾക്കാർ അത് ഓടിക്കും, ആ വഴിക്ക് പോലാണ് പതിവ്. ഞാൻ 10th വരെ ഒരു ICC സ്കൂളിലാണ് പഠിച്ചത്, തൊട്ടടുത്തായിരുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ വണ്ടിക്ക് പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് നടന്നാൽ അപ്പൊ തന്നെ എത്തും. +1 +2 ഞാൻ സെയിന്റ് തെരേസാസിലാണ് പഠിച്ചത്. രാവിലേക്ക് അമ്മ കൊണ്ടാക്കും, അപ്പൊ തിരിച്ചു വരുമ്പോഴത്തേനും ബസ്സിലാണ് വന്നത്. അപ്പൊ ഈ വലിയ വണ്ടി ഈ വണ്ടിയുടെ മുകളിലേക്ക് ഇറങ്ങിക്കുമ്പോൾ എല്ലാ കാഴ്ചകളും കാണാൻ പറ്റും. ഈ കാറുകാരായാലും ഈ 2 വീലറായാലും നമ്മൾ ഭയങ്കര ചെറുതായിട്ട് തോന്നും. അപ്പൊ നമുക്ക് ആ വണ്ടിയുടെ അടുത്ത് ഇത്ര വലിയ വണ്ടി ഓടിക്കണം, വണ്ടി ഓടിച്ച ഒരു ഇതാണ്. അപ്പൊ എല്ലാ വണ്ടിയുടെ ലൈസൻസ് എടുക്കണമെന്ന് എനിക്ക് അത് പണ്ടേ മുതൽ ഉണ്ടായിരുന്ന ആഗ്രഹം. പക്ഷെ ഇങ്ങനെ ഓടിക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല. എല്ലാം എടുത്ത് വെക്കുക, എല്ലാ ലൈസൻസ്